നല്ല പൂ പോലത്തെ അപ്പം എന്നൊക്കെ പറയില്ലേ, തലേ ദിവസം അരച്ച് വെക്കാതെ വളരെ ടേസ്റ്റി ആയിട്ട് നല്ല തേങ്ങയുടെ സ്മെല്ലും ടേസ്റ്റൊക്കെ വരുന്ന സൂപ്പറായിട്ടുള്ള അപ്പം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 2.5 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചതാണ്. നന്നായിട്ട് വാഷ് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ മാവ് അരച്ച് വെക്കുന്ന സമയത്ത് 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള വെള്ളം ചെറിയ ചൂടുള്ള വെള്ളമാണ്. അതോടൊപ്പം 1 കപ്പ് തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ അരച്ചെടുക്കുക. ഒരു തവണ നിങ്ങൾ ഈ അപ്പം ഉണ്ടാക്കി കഴിച്ചാൽ പിന്നെയും ഇതുപോലെ തന്നെ ട്രൈ ചെയ്യും. ഇനി അടുത്ത ബാച്ച് അരി മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കുക. കൂടെ തന്നെ ആവശ്യത്തിനുള്ള ചൂടുള്ള വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഏകദേശം ഒരു 1/2 കപ്പ്, 1/4 കപ്പിനേക്കാളും കുറച്ച് കൂടുതലായിട്ട് ചോറ്. ഈ ചോറ് നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും. ഞാനിത് നന്നായിട്ട് ചൂടാക്കി എടുത്തതാണ്, വെള്ളത്തിലിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്തതാണ്. അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ ഈസ്റ്റും ചേർത്ത് കൊടുക്കുക. നമ്മളിതിലേക്ക് ചൂടുള്ള വെള്ളവും അതുപോലെ ചൂടുള്ള ചോറും ഒക്കെ ചേർത്ത് കൊടുത്തത് ഈസ്റ്റ് പെട്ടെന്ന് ഫെർമെൻ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ 2 ബാച്ച് അരിയും അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് നന്നായിട്ട് ചൂട് കിട്ടുന്ന ഏരിയയിൽ വേണം ഇത് വെക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 3/4 മണിക്കൂർ, 1 മണിക്കൂറിൻ്റെ അടുത്തൊക്കെ ആയപ്പോൾ ഇതാ നമ്മുടെ മാവ് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി അപ്പച്ചട്ടി വെച്ചിട്ട് നമുക്ക് ഓരോ അപ്പവും ചുട്ടെടുക്കാം. ആദ്യം നല്ല ഹൈ ഫ്ലെയിമിൽ ചട്ടി ഒന്ന് ചൂടാക്കി എടുക്കുക. ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അപ്പം ഓരോന്നായിട്ടും ചുട്ടെടുക്കാൻ വേണ്ടി. ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പം നമുക്ക് ചുട്ടെടുക്കാം. ഒട്ടും പുളിയില്ലാത്ത നല്ല തേങ്ങയുടെ സ്മെല്ലും ടേസ്റ്റൊക്കെ വരുന്ന നല്ല പാലപ്പം നമുക്ക് ഇതുപോലെ തയ്യാറാക്കാം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.